എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നാരായണീയം ദശകം 4-ലെ 2-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. ബ്രഹ്മചര്യദൃഢദാദിഭിര്യമൈരാപ്ലവാദിനിയമൈശ്ച പാവിതാ കുർമഹേ ദൃഢമമീ സുഖാസനം പങ്കജാദ്യമപി വാ ഭവത്പരാഃ. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. ബ്രഹ്മചര്യ ദൃഢദാദിഭിയമൈ. ബ്രഹ്മചര്യം, ദൃഢത, അഹിംസ, സത്യം തുടങ്ങിയ യമങ്ങളാലും ആപ്ലവാദി നിയമൈച്ച സ്നാനം, മനഃശുദ്ധി, ജപം മുതലായ നിയമങ്ങളാലും പാവിത പരിശുദ്ധരായി തീർന്നിട്ട് കുർമഹേ ദൃഢമമീ സുഖാസനം പങ്കജാദ്യമപി വാ ഭവൽപരാ. സുഖാസനം അപി വാ, സുഖാസനമോ, പങ്കജാദ്യം പത്മാസനമോ, ദൃഢാം കുർമഹേ സ്വസ്തികാസനമോ ഏതെങ്കിലും ഒന്ന് അഭ്യാസം കൊണ്ട് ഉറപ്പിച്ചു കൊള്ളാം. അമീ ഭവത്പരാ, ഈ അടിയങ്ങൾ അങ്ങയെ തന്നെ ആശ്രയിച്ചവരായിട്ട്. അമീ അല്ലെങ്കിൽ വയം, അതിലൂടെ യോഗാനുഷ്ഠാനം ചെയ്യാനായാൽ ഭട്ടേരിപ്പാടിനുണ്ടാകുന്ന ധന്യതയെയാണ് കാണിക്കുന്നത്. അതൊരു ബഹുവചന. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ച് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കുക. എന്താ പറയണേ? ബ്രഹ്മചര്യം, ദൃഢത തുടങ്ങിയ യമങ്ങളാലും സ്നാനജപങ്ങൾ മുതലായ ചര്യകളാലും പരിശുദ്ധരാകുന്ന ഞങ്ങൾ അങ്ങയിൽ ഉറച്ച ആസക്തിയോടുകൂടി പത്മാസനം മുതലായ ആസനങ്ങൾ ബന്ധിച്ച് സ്ഥിരമായി അങ്ങയെ ധ്യാനിച്ചു കൊള്ളാം. അതായത് ഇന്നലെ പറഞ്ഞുല്ലോ, ഈ 4-ാമത്തെ ദശകം അഷ്ടാംഗയോഗ സിദ്ധിയെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ഈ 2-ാമത്തെ ശ്ലോകത്തിൽ അഷ്ടാംഗയോഗങ്ങളിലെ ആദ്യത്തെ 3 യോഗാംഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതായത് യമം, നിയമം, ആസനം. ആദ്യത്തെ വരിയിൽ എന്താ പറയണേ? ബ്രഹ്മചര്യം, ദൃഢത ഇത്യാദി യമങ്ങളാലും എന്നാണ്. 2-ാമത്തെ വരി എത്തുമ്പോഴേക്കും സ്നാനജപങ്ങൾ മുതലായ ചര്യകളാലും എന്ന് പറയുന്നുണ്ട്. പിന്നീട് അവസാന 2 വരികളിലാണ് പറയുന്നത് പലതരം ആസനങ്ങളെക്കുറിച്ച്. അതായത് ഇനി സുഖാസനമോ പത്മാസനമോ സ്വസ്തികാസനമോ എന്തായാലും വേണ്ടിയില്ല, പരിശുദ്ധരായി തീർന്നിട്ട് എങ്ങനെയാ? ജപം മുതലായ നിയമങ്ങളാൽ പരിശുദ്ധരായി തീർന്നിട്ട് ഞങ്ങൾ ഏതെങ്കിലും ഒരു ആസനം ശീലിച്ച് ദൃഢമായി എന്നാ പറയണത്, അതിൽ ദൃഢത വരുത്തി അഭ്യസിച്ച് എങ്ങനെ ഭഗവാനെ സേവിക്കാം, അങ്ങയെ ഞങ്ങൾ ആ ആസനങ്ങളിലിരുന്ന് സ്ഥിരമായി ധ്യാനിച്ചു കൊള്ളാം കൃഷ്ണ എന്ന് പറയാം. ഇപ്പോൾ ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണോ? സാധാരണക്കാരായ നമ്മൾ ഭഗവാനെ നമ്മൾ എങ്ങനെയാണ് ആശ്രയിക്കേണ്ടത്? നമുക്ക് ബ്രഹ്മചര്യം, ബ്രഹ്മത്തിലൂടെ വേണം നമ്മൾ ചരിക്കാൻ. അഹിംസ പാലിക്കണം, സത്യം മാത്രം പറയണം. ഇങ്ങനെയുള്ള യമങ്ങളും പിന്നെ നിയമങ്ങളാണ് എന്ത്? നമ്മൾ കുളിക്കണം, മനഃശുദ്ധി ഉണ്ടായിരിക്കണം. കുളിച്ചു എന്ന് പറയും, കുളിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കണം? ശരീരശുദ്ധിയും മനഃശുദ്ധിയും ഉണ്ടായിരിക്കണം. പിന്നെ മറ്റു 3 ശുദ്ധികളാണ് വാക്ശുദ്ധി, ആഹാരശുദ്ധി, കർമ്മശുദ്ധി. ഈ പഞ്ചശുദ്ധികളും പാലിച്ചാലേ അമ്പലത്തിലേക്ക് പോകാൻ പാടുള്ളൂ എന്നാണ് മുത്തശ്ശി പറയുക. ജപത്തിലൂടെയും നിയമങ്ങളിലൂടെയും എല്ലാം പരിശുദ്ധരായി നമ്മൾ
നമ്മൾ ജീവിക്കണം. അപ്പോൾ ഈ യമനിയമാദികളെല്ലാം നമുക്ക് പാലിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പറയുന്നത്. നമ്മൾ യമം എന്ന് പറയുമ്പോൾ ബ്രഹ്മചര്യവും അഹിംസയും സത്യവും ഒക്കെ സ്വീകരിച്ച് ആ യമങ്ങളെല്ലാം പാലിച്ച് നിയമങ്ങളായ സ്നാനാദി കർമ്മങ്ങൾ, മനഃശുദ്ധി, ജപം എന്നീ നിയമങ്ങൾ ആചരിച്ച് പരിശുദ്ധരാകണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഭഗവാനെ ധ്യാനിക്കുന്നതിനു വേണ്ടി നമുക്ക് ഏതെങ്കിലും ഒരു സുഖാസനം തിരഞ്ഞെടുക്കാം. അത് ചിലപ്പോൾ പത്മാസനമാവാം, ചിലർക്കിരിക്കാൻ കഴിയില്ല, അപ്പോൾ അവർ ചെയറിലിരുന്നാലും മതി. അവർക്ക് എങ്ങനെയാണോ സുഖാസനം, ഭഗവാൻ ഇവിടെ ആദ്യം തന്നെ എന്താ പറയുന്നത്, അല്ലെങ്കിൽ ഭട്ടേരിപ്പാട് എന്താ പറയുന്നതെന്ന് പറയണത്, ദൃഢമമി സുഖാസനം. അത് പങ്കജാദ്യമഭി, പത്മാസനവും ആവാം എന്നേ പറയുന്നുള്ളൂ. അല്ലാതെ നിർബന്ധമായും നിങ്ങൾ ഇന്ന ഒരു ആസനത്തിലിരുന്ന് ധ്യാനിച്ചാലേ എനിക്ക് സ്വീകാര്യമാവൂ എന്നൊരു ഗ്രന്ഥത്തിലും പറയുന്നില്ല. നമ്മുടെ ശരീരത്തിന് ഏതാണോ സുഖമായി തോന്നുന്നത് അതാണ് സുഖാസനം. അതിലൂടെ നമ്മുടെ മനസ്സിനെ ദൃഢമായി ആരുമായി ബന്ധിപ്പിക്കണം? ഭഗവാനുമായി. അതാ പറയണത്, അമീ ഭവത്പരാ, അടിയങ്ങൾ അങ്ങയെ തന്നെ ആശ്രയിച്ചു കൊള്ളാം കൃഷ്ണ, ഈ അസുഖം ഒന്ന് മാറ്റിത്തരേണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഭട്ടേരിപ്പാട്. ഹരേ കൃഷ്ണ.